വന്യജീവി ആക്രമണങ്ങൾ പതിവായ ചിന്നക്കനാൽ മേഖലയിൽ സുരക്ഷ ശക്തമാക്കുവാൻ പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയമിച്ച് വനംവകുപ്പ് ഉത്തരവിറക്കി. ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ സെക്ഷന് കീഴിലുള്ള സൂര്യനെല്ലി ആസ്ഥാനമാക്കിയായിരിക്കും ഈ പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നത്. ഇതേസമയം ചിന്നക്കനാലിലെ കാട്ടാനകൾ ആക്രമണം തുടരുന്നതിന് പിന്നിൽ ആനത്താരകൾ അടഞ്ഞതാണെന്ന് വനംവകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടും പുറത്തുവന്നു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ രൂപീകരിച്ച സ്വതന്ത്ര RRT ടീമിൽ ഹൈറേഞ്ച് സർക്കിളിൽ നിന്നുള്ള 11 പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വന്യജീവി ശല്യം രൂക്ഷമായ ചിന്നക്കനാൽ മേഖലയിൽ 1 മാസം മുമ്പ് കാട്ടാന ആക്രമണത്തിൽ മാരി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം അടിയന്തരമായി രൂപീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. ഇതേസമയം കഴിഞ്ഞ ദിവസം ചിന്നക്കനാലിൽ നേരിട്ട് സന്ദർശനം നടത്തിയ വനംവകുപ്പ് മന്ത്രി അടിയന്തര റിപ്പോർട്ട് നൽകുവാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത് ആനത്താരകൾ അടഞ്ഞതാണ് കാട്ടാനകൾ മേഖലയിൽ തന്നെ ചുറ്റിത്തിരിയുവാനുള്ള കാരണമെന്നതാണ്. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ചിന്നക്കനാലിൽ പോയി 14-18 ആനയോ അവിടെ കുടുങ്ങി കിടക്കുകയാണ്, റവന്യൂ ഭൂമിയിലാണ് കിടക്കുന്നത്. കാരണം ആനയിറങ്ങൽ എന്ന് പറയുന്ന ഡാമിന്റെ അവിടാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ കോളനി തുടങ്ങിയത്. എന്നാലും വേറെ ആനത്താരകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് സ്റ്റെർലിങ്ങിന്റെയും മഹീന്ദ്രയുടെയും റിസോർട്ടുകൾ വന്നിരിക്കുന്നത്. ഈ ആനത്താരയിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അന്നൊന്നും അതിനാവശ്യമുള്ള സീരിയസ്നെസ്സോടുകൂടി നമ്മൾ സമീപിച്ചില്ല. അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ അതിന്റെ ഹാബിറ്റാറ്റ് ഡിസ്റ്റർബ് ചെയ്യുന്ന അനുസരിച്ച് അത് പുറത്തേക്ക് വരുന്നു. അത് ഫലത്തിൽ കർഷകന് ബുദ്ധിമുട്ടായി വരുന്നു. സ്വതന്ത്ര റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നാട്ടുകാരും നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.